ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് ചിക്കൻ കറി തയ്യാറാക്കാം. ഇന്ന് ഞാൻ ക്യാപ്സിക്കം, തക്കാളിക്ക, സവാളയൊക്കെ ചേർക്കുന്നുള്ളൂ. നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വാട്ടിയിട്ട് ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് ക്യാപ്സിക്കം, തക്കാളിക്കൊക്കെ വെച്ചിട്ട് മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം. നമ്മളൊരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് 3 സവാള ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാം. ഒരു ക്യാപ്സിക്കവും നമ്മളൊരു 3 തക്കാളിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കണം. ക്യാപ്സിക്കവും തക്കാളിക്കയും ചെറുതായി കട്ട് ചെയ്തത് സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിനകത്ത് ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ വാട്ടിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത്, ഏതെണ്ണയായാലും മതി, നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പുതിനയില, മല്ലിയില എല്ലാം കൂടെ ഒന്നുകൂടെ വാട്ടിയെടുക്കാം. അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചത് അതും കൂടെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. നമുക്കത് ചൂടാറുമ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ആറി വരുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ സവാള, തക്കാളിക്ക, ക്യാപ്സിക്കം ഇതൊക്കെ ചേർക്കുന്നുള്ളൂ. നമുക്ക് ബീൻസ് ചെറുതായി കട്ട് ചെയ്തതും നമുക്ക് ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെയും ചേർത്തും ചെയ്യാം. നമ്മൾ നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത കൂട്ട് പാനിലോട്ട് ചേർത്ത് കുറച്ച് എണ്ണയും ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കനും ചേർക്കാം. നല്ലപോലെ ഇളക്കി, അരപ്പെല്ലാം നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ കുറച്ച് നേരം ഇളക്കി ഉപ്പും നോക്കി നമുക്കിത് അടച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം. ആദ്യം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഗ്രേവിയാണ്. നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം. ഇല്ലെങ്കിൽ നല്ലപോലെ തിളച്ച് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം. ഇത് ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിന്, അപ്പത്തിന് എല്ലാത്തിനും നല്ലതാണ്. ചോറിനും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്.